ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അടുത്ത റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. സമയം 5:53. ഞങ്ങളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ റോട്ടിൽ നിൽക്കുന്നത് ഇവിടുന്ന് പോണ കാഴ്ചകൾ കണ്ട് പോണ വഴിക്കുള്ള കാഴ്ചകൾ അവിടെ വെച്ച് കാണാം. എല്ലാവരും സമ്പാദിച്ച പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ ഫുഡാക്കി പെട്രോളൊക്കെ അടിച്ച് അങ്ങോട്ട് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇനി ഇവിടെ നിന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്ര ദൂരം വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ചൂടടിച്ച് തുടങ്ങി ഗായ്സ്. ചൂടെന്ന് പറയുമ്പോൾ നല്ല ചൂടല്ല, തണുപ്പും ചൂടും ചേർന്ന അങ്ങനത്തെ എന്താ പറയാ ഫാം കണ്ടീഷൻ, വെതർ കണ്ടീഷനായി ബോണസ്റ്റാണ്. നമുക്ക് ലക്കുണ്ടെങ്കിൽ ആനേനെ കാണാം. പ്രാർത്ഥിക്കണം ആന വരെ. ഗൈസ്, അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഗൈസ്. ഇത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തെമ്മല, അതിനപ്പുറത്തേക്ക് തമിഴ്നാടാണ്. തെങ്കാശി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ട് തെമ്മല എത്താറായി. തെമ്മലക്ക് ഇനി എത്ര കിലോമീറ്റർ? ഇനി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ. ഇവിടെ തെമ്മലക്ക് 4 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ പേരുണ്ടോ? എന്തായാലും തെമ്മലത്തെ ഒരു 4 കിലോമീറ്റർ 10. ബായ്. ഇങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകാം. തെമ്മല ഇതാണ് തെമ്മല. പിന്നെ ഡേഞ്ചർ റോഡാണ്. വളവുത്തിരി നമ്മളിന് ചുരം കയറി ഫോട്ടോ എടുക്കാൻ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ടിക്കറ്റ് 400 രൂപയാണ് ഒരാൾക്ക്. അടിപൊളിയാണ്. ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പൈസയാണ്. എല്ലാം ഉണ്ടാവും. വലിയൊരു വളമാണ്.
അടുത്തവിടെ. നമ്മളിനി ചുരം കയറി കുറേ ദൂരം ചുരം കാണും. തെമ്മല കറക്റ്റ് പ്രോപ്പർ തെമ്മൽ ഇതാണ്. നമ്മൾ ആകേണ്ട തെമ്മല ഡാം ഇതാണ്. തെമ്മല ജംഗ്ഷൻ. ഇതാണ് ശബരിമല പോണം. ശബരിമല ഒന്ന് ലെഫ്റ്റ് കയറി നേരെ ശബരിമല. കൊട്ടാരക്കര കൊട്ടാരക്കരയ്ക്ക് പോണ കൊട്ടാര ബസ്സാണ്. കാരണം ഇത് തെക്ക് ദിശയിലിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തെമ്മല എന്നൊക്കെ പേര്. അവിടുന്നോ പ്രകൃതി കണ്ട് ആസ്വദിച്ച് പോകുക, അതല്ലേ ഞാൻ കാര്യം. ശരിക്കും വലിയ വലിയ ലോറിയൊക്കെ വന്ന റൂട്ടാണ്. അത് കഴിഞ്ഞ് നോക്കി വരണം. ബാക്കിൽ ലോറി ലോറി വന്നു. ശരിക്കും ലോറി വണ്ടി തിരക്കുന്ന റൂട്ടാണ്. അടുത്ത അതുകൊണ്ട് തിരിച്ചു പറഞ്ഞാൽ ഇത് ശരിക്കും ഫുൾ ടൈം ലോറിയൊക്കെ പോകുന്ന റൂട്ടാണ്. കോട ഇറങ്ങിയിട്ട് അത്ര ഭംഗിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. തെങ്കാശി കൊല്ലം പൊത്താണ്. തെങ്കാശി കൊല്ലം നല്ല ഇതാണ് റെയിൽവേ പാലം. അടിപൊളിയാണ്. അപ്പുറത്തൊരു പാലമുണ്ട്. നമുക്കവിടെ കയറാൻ പറ്റുമെങ്കിൽ കയറാം. ഫുള്ളും കോടയാണ്. ഫുള്ളും കാണാൻ. ഫൈനലി നമ്മൾ ആ പാലത്തിനവിടെ എത്താറായി. കേൾക്കാൻ നമ്മളാ പാലം നല്ല പാലം തിരക്കും. എവിടെയും ഗ്യാപ്പിന് സ്ഥലത്ത് ചോദിച്ചു കേട്ടാ. പുനലൂർ പാസഞ്ചർ പുനലൂർ. ഹലോ ഗായ്സ്, ഞങ്ങളെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ, ഞങ്ങൾ റൈഡ് പോവുകയാണ്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വേളാങ്കണ്ണിക്കോട്ട് പോവുകയാണ്. മാതാവിൻ്റെ തിരുപ്പാദത്തിലോട്ട് ചെല്ലുകയാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി കുളത്തപ്പുഴ വഴി തെമ്മല കയറി തെങ്കാശി പിടിച്ച് മധുരൈ ആ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോണ വഴിക്കെല്ലാം നല്ല നല്ല കാഴ്ചകളായിട്ടും നമുക്ക് കാണാം. പിന്നെ ഞങ്ങളിപ്പോൾ കറക്റ്റായിട്ട് തെമ്മല വലിയ ട്രെയിൻ പാളത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. സൈഡിൽ കണ്ട മണിക്കൂട്ടം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഷോർട്സ് ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് കുറവാണ്.
സബ്സ്ക്രൈബ് കുറവാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുകയാണ് ഗൈസ് വീഡിയോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് തരണം. നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗൈസ് ഞങ്ങൾ ഇവിടെ തെമ്മലെത്തി. ഞാൻ ആദ്യമായിട്ട് വരെയാണേ. എൻ്റെ പൊന്നോ, ക്യാമറയിൽ കാണാൻ പറ്റില്ല ഗൈസ്, അത്ര കോട മഞ്ഞുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോഴും വന്നപ്പോൾ ഒരേ ഒരു ഇഞ്ചിൻ മാത്രം ഇതുവഴി പോയി. നമുക്ക് ഈ സൈഡിൽ കൂടെ വഴി കാണാം, പക്ഷേ കയറിപ്പോവാനുള്ള ഇതില്ല. അവിടെ ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, എനിക്കത് വിഷയമില്ല. അങ്ങനെ കയറിക്കൂടെന്ന് പറഞ്ഞു ഗൈസ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലത്തിൻ്റെ ഇടയിലാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ പാലം. ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലം. ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ് ഗൈസ് ഇത്. നിങ്ങളിത് ഈ പാലത്തിന്റെ പേര് 13 കണ്ണറ പാലം. 13 കണ്ണാറ പാലമാണ് ഈ പാലം കേട്ടോ. പിന്നെ അപ്പുറ സൈഡ് കുറച്ച് തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കലങ്ങ വെള്ളമാണ് കേട്ടോ. നല്ല കലങ്ങ വെള്ളമാണ്. മഴ സീസൺ അല്ല ഗൈസ്. മഴ സീസണായി നല്ല വെള്ളം കാണാമായിരുന്നു. ഇത് കലങ്ങ വെള്ളം മാത്രമാണ്. എല്ലാം പറയണ്ട. നമ്മുടെ തെമ്മല ഇതാണ്. തെമ്മല മറ്റേ എല്ലാവരും കയറാൻ റീൽസിൽ കാണുമ്പോൾ പാലം ഇതാണ്. നമുക്ക് പക്ഷെ മേലെ കയറാൻ പറ്റില്ല. മേലെ കയറിയാൽ പോലീസ് പിടിക്കും. ഇവിടെ എല്ലാം ബ്ലോക്കൊക്കെ വെച്ചു. പക്ഷേ നമ്മൾ കഴിഞ്ഞോട്ടം നമ്മൾ കയറി. പക്ഷെ നമ്മൾ ഈ വട്ടം കയറാൻ അത് ഫുള്ളും ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെ കയറാനൊന്നും പറ്റില്ല. ഇതാണ് 13 കണ്ണറ പാലം. ബ്രിട്ടീഷുകാർ പണിത പാലം. നമ്മുടെ നല്ല ആന വണ്ടിയല്ല ഇത്. നമ്മൾ ആന വണ്ടി അടുത്തൊന്നും കാണിക്കില്ല. ഇത് ആര്യങ്കാവ് വരെ പോണൊരു ലോക്കൽ ബസ്സാണ്. നമ്മളെ KSRTC ലോക്കൽ. എഴുതി വെച്ചിട്ടുണ്ടാ. അതുകൊണ്ട് ആൾക്കാരും പോകരുത്. ഒന്നില്ലെങ്കിൽ ഫൈൻ അടിക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ വല്ലതും പറയും. അത് ഇവിടെ നിന്ന് മലയെ കണ്ടിട്ട് പോകണം. ഇല്ലല്ലേ? ഓ, ഇതാണ് അതിൻ്റെ പോണ വഴി. പക്ഷെ പോകാൻ പറ്റില്ല. അവിടെ കയറ്റിട്ട് പൂട്ടി വെച്ചു. കുട്ടിയൊക്കെ എന്തോ എന്തെങ്കിലും ആയി. സേഫ്റ്റി ഏരിയ ആയിരിക്കും. ഞാൻ കുറച്ച് മേലെ കയറി കാണിക്കും. അതുവരെ പോവാം, അതിനുശേഷം പോയിക്കൂടാം. നമുക്ക് ഇതുവരെ ഒന്ന് കയറി നോക്കാം. ഇതൊരു പ്രൊഫഷനുള്ളൂ. ഇതിന് ശേഷം നമുക്ക് പോയിക്കൂടാം. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ല കോട. ഈ കോടയാണ് ആ കോട. ഇതാണ് പാലം. പാലത്തിൻ്റെ വ്യൂ ആണത്. ഈ റൂട്ട് കണക്ട് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലം ചെന്നൈ ആ റെയിൽ കണക്റ്റാണിത്. കൊല്ലം ചെന്നൈ. അത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അപ്പോഴത് മീറ്റർ ഗേജായിരുന്നു. ഇനിയിപ്പോഴാണ് ഇടയ്ക്കൊക്കെയാണ് ഇലക്ട്രിഫൈഡായി ആയത്. ഇലക്ട്രിഫൈഡായി ട്രെയിനൊക്കെ. നമ്മുടെ നിന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിനുണ്ട് വേളാങ്കണ്ണിക്ക് പോകണം. അത് ഇതുവഴിയാണ് പോകുന്നത്.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എൻ്റെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് എൻ്റെ കുറേ കൂളെ ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ഇനി തെങ്കാശി, നേരെ തെങ്കാശി. നമ്മളിനി തെങ്കാശിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോഴേ നമുക്കിനി വീഡിയോ അങ്ങോട്ട് പേര് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിനെ അടുത്ത് മുന്നോട്ട് പോകാൻ അടുത്ത് തെങ്കാശിയാണ് പോകുന്നത്. കൊല്ലം പാസഞ്ചർ പോടാ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കഴിക്കാൻ വന്നു ഗൈസ്. സൗണ്ട് ഇല്ല, നമ്മൾ എവിടെ ഞങ്ങൾ കൈ കഴിച്ച് കഴിക്കാൻ കഴിച്ചു. കാപ്പി പൊറോട്ട മുട്ട, നല്ല ചൂട് പൊറോട്ട മുട്ടക്കറി. അടിപൊളി. ഇത് ആര്യങ്കാവ് ഇവിടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ് ആര്യങ്കാവ്. ശരിക്കും ലോറി മാത്രമേ ഉള്ളൂ. പണച്ചോന്നില്ല. നാട്ടിൽ പറപ്പിട്ടുണ്ട്. Wow! ഇതാണ് സ്ഥലം. കാണാനുള്ള സ്ഥലം. ഇതാണ് എൻ്റെ സ്ഥലം. നമ്മളെ റെയിൽ പ്രതി മേലെ കൂടെ പോണത് സ്ഥലം. ഇവിടെ മേലെ കൂടെ പോകണതാണ് റെയിൽവേ ബ്രിഡ്ജ്. ഇതാണ് റെയിൽവേ ബ്രിഡ്ജ്. അടിപൊളി സ്ഥലമാണ്. ഹിൽസിലൊക്കെ ഡ്രോൺ ഷോട്ടൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇതാണ് റെയിൽവേ. അടിപൊളി റൂട്ടാണ് തെങ്കാശിക്ക് 19 കിലോമീറ്റർ ഉണ്ട്. തെങ്കാശി
നടന്നത്. എല്ലാം നമ്മൾ വഴി തെറ്റി ഇങ്ങോട്ട് എവിടെയോ വന്നിട്ട് അവിടെ വഴി തീർന്നു പോയി. ഒന്ന് അവസ്ഥ നാലിച്ച് മെയിൻ റോഡ് പോവാം. ഏതോ കാട്ട് റൂട്ടൊക്കെ പറഞ്ഞത് ഏത് റൂട്ടൊന്നും ഓട്ട പോലും പോകും. ഏതോ വഴി കൂടെ തെറ്റിതാ പോകണം നമുക്ക്. ഈ ഗൂഗിൾ മാപ്പിൻ്റെ വിഷയം അതാണ്. അത് ഷോർട്ട് കട്ട് വഴിയെല്ലാം കാണിക്കും. നമ്മൾ അത് വഴി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇവിടെ പോണോ കറക്റ്റ് റൂട്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഗൂഗിൾ മാപ്പ് ചതിച്ച് ഗൂഗിൾ മാപ്പ് ചതിച്ച്. ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ കറക്റ്റ് തെങ്കാശിയിലടുത്തായി നിൽക്കുന്ന ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സീ യു ഗൈസ്. ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോക്ക് നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ ഗൈസ്. മണിയാ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.